ഹൈദരാബാദിലെ കുന്ദൻബാഗിൽ സെന്റ് ഫ്രാൻസിസ് കോളേജിന് സമീപത്തുള്ള ഒരു വീടാണിത്. ഈ വീടിന് പ്രേതഭവനമെന്ന ദുഷ്പേരുണ്ടായത് 2002 നടന്ന ഒരു സംഭവത്തെ തുടർന്നാണ്. കഥ ഇങ്ങനെയാണ്. ഒരു അമ്മയും അവരുടെ 2 പെൺമക്കളും ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അയൽവാസികൾക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തോന്നിയിരുന്നു. ഉദാഹരണത്തിന്, രാത്രികാലങ്ങളിൽ ഇവർ മെഴുകുതിരികൾ കത്തിച്ച് വീട്ടിലൂടെ നടക്കുമായിരുന്നത്രേ. കൂടാതെ വീടിന്റെ വരാന്തയിൽ രക്തം നിറച്ച കുപ്പികൾ തൂക്കിയിട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു ദിവസം ഒരു കള്ളൻ മോഷണത്തിനായി ഈ വീട്ടിൽ കയറിയപ്പോൾ കണ്ടത് ജീർണിച്ച നിലയിലുള്ള 3 മൃതദേഹങ്ങളാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് അവർ മരിച്ചിട്ടുണ്ടാവാമെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സംഭവം ആ നഗരത്തിൽ വലിയ വാർത്തയായി. ഈ സംഭവത്തിന് ശേഷം പല ദുരൂഹതകളും വീടിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കാൻ തുടങ്ങി. ആളുകൾ രാത്രികാലങ്ങളിൽ ഈ വീട്ടിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായും വെളിച്ചം കാണുന്നതായും പറഞ്ഞു. വൈദ്യുതിയില്ലാത്ത വീട്ടിൽ എങ്ങനെ വെളിച്ചം വന്നു എന്നത് പലർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. ഇതുപോലുള്ള കഥകൾ കാരണം ഈ വീട് ഹൈദരാബാദിലെ ഏറ്റവും ഭീകരമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറി. കൗതുകം കാരണം പല യുവാക്കളും ധൈര്യം തെളിയിക്കാൻ ഇവിടെ രാത്രികാലങ്ങളിൽ വരാൻ തുടങ്ങി. ഇത് അയൽവാസികൾക്ക് വലിയ ശല്യമുണ്ടാക്കി. ഈ വീടിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം പോലീസ് പോലും ഇടപെടേണ്ട അവസ്ഥയുണ്ടായി. ഈ കഥകൾ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പില്ല. കൂടുതലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച കഥകളാണെന്നും വീടിന്റെ ഉടമസ്ഥർ സ്വകാര്യതയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നും പറയുന്നവരുണ്ട്. എന്തായാലും ഈ വീട് ഹൈദരാബാദിൽ ഒരു ഭീകരമായ സ്ഥലമെന്ന പേര് നിലനിർത്തുന്നു.